എന്തുകൊണ്ടാണ് ഈ ശമ്പളം ലഭിക്കാത്തത് എന്നാണ് മനസ്സിലായിട്ടുള്ളത്? നമസ്കാരം. ഞങ്ങൾ 2016 മുതൽ നമ്മൾ സർവീസിൽ കയറിയ അധ്യാപകരാണ്. 3000-ലധികം അധ്യാപകര് ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. അന്ന് നമ്മളുടെ ഗവൺമെന്റ് നമ്മളോട് ആവശ്യപ്പെട്ടതനുസരിച്ച് മാനേജ്മെന്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പറയുന്ന ന്യൂ സ്കൂൾ, അതായത് 1979 ശേഷം അപ്ഗ്രേഡ് ചെയ്ത് ഹൈസ്കൂൾ ആക്കിയിരിക്കുന്ന സ്കൂളുകളിൽ പ്രൊട്ടക്റ്റഡ് ടീച്ചേഴ്സിനെ, സംരക്ഷിത അധ്യാപകരെ വെക്കണം എന്നുള്ളതും 1:1 അനുപാതം പാലിക്കണം എന്നുള്ളതൊക്കെ അന്നത്തെ ഒരു പ്രശ്നമായിരുന്നു. ആ കാലയളവിലാണ് ഞങ്ങൾ ഈ പറയുന്ന അധ്യാപന ജോലിയിലേക്ക് പ്രവേശിക്കുന്നത്. അത്തരത്തില് ഞങ്ങൾ നിരന്തരം സമരങ്ങളിലൂടെയൊക്കെ മുൻപോട്ട് പോയതിന്റെയൊക്കെ വെളിച്ചത്തില് അതോടൊപ്പം തന്നെ മാനേജ്മെന്റ് ഈ പറയുന്ന വ്യവസ്ഥകളൊക്കെ പാലിക്കാമെന്നുള്ള സത്യവാങ്മൂലം നൽകിയതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് 6/2/2021 മുതൽ ഞങ്ങളുടെ ശമ്പളം ലഭിക്കാൻ തുടങ്ങിയത്. പക്ഷെ അതിനകത്ത് ഒരു ഖേദകരമായ കാര്യമെന്ന് പറയുന്നത്, ഞങ്ങൾ ജോലിയിൽ പ്രവേശിച്ച നാൾ മുതൽ ഈ പറയുന്ന കാലയളവ് വരെയുള്ള ശമ്പളം സാങ്കല്പികമാണ് എന്നാണ് ഞങ്ങളോട് തന്നിരിക്കുന്ന ഉത്തരവിൽ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ചെയ്ത ജോലി സാങ്കല്പികമല്ല. ഞങ്ങളുടെ മുമ്പിലിരുന്ന കുഞ്ഞുങ്ങൾക്ക് അക്ഷരം പകർന്നു കൊടുത്തതും സാങ്കല്പികമല്ല. പക്ഷേ ഞങ്ങൾ ചെയ്ത ജോലിക്ക് ഞങ്ങൾക്ക് തരേണ്ട വേതനം മാത്രം സാങ്കല്പികമായിട്ടാണ് ഗവൺമെന്റ് അംഗീകരിച്ച് ഞങ്ങൾക്ക് നൽകിയത്. അങ്ങനെ 5 വർഷക്കാലത്തെ ഞങ്ങളുടെ ശമ്പളത്തിന് വേണ്ടിയുള്ള ഞങ്ങളുടെ ശ്രമങ്ങളും ഞങ്ങളുടെ സമരങ്ങളും ഞങ്ങളുടെ ഓരോ ഓഫീസിന്റെയും പടിവാതിക്കൽ കയറി ഇറങ്ങി ഓരോ മന്ത്രിമാരെ അടക്കം കാണാനൊക്കെ ഞങ്ങൾ പുറപ്പെട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട സമരങ്ങളൊക്കെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടക്കുകയും ചെയ്തു. നമുക്കറിയാം 2018 കാലഘട്ടങ്ങൾ പ്രളയമായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ പോലും ഞങ്ങൾക്ക് വേതനം ലഭിക്കും എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലും നമ്മുടെ ഉത്തരവാദിത്തമാണെന്നുള്ള അടിസ്ഥാനത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ആ അവസരങ്ങളിൽ നമ്മൾ നൽകുകയുണ്ടായി. അതോടൊപ്പം തന്നെയാണ് കോവിഡ് കാലഘട്ടങ്ങളിലും അതിനെയും അതിജീവിച്ചുകൊണ്ട് കുട്ടികൾക്ക് വിദ്യാഭ്യാസം പകർന്നു കൊടുത്ത അധ്യാപകരാണ് ഞങ്ങൾ ഓരോരുത്തരും. ഞങ്ങൾക്ക് ശേഷവും അല്ലെങ്കിൽ ഈ കാലയളവിന് ശേഷം കയറിയവർക്ക് എല്ലാം തന്നെ പറഞ്ഞ മുൻകാല പ്രാബല്യത്തോടുകൂടെ എല്ലാ കാര്യങ്ങളും സർക്കാർ സാധിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ 2016 മുതൽ 2021 വരെ ഉള്ള കാലഘട്ടങ്ങളിൽ ജോലിയിൽ പ്രവേശിച്ച അധ്യാപകർക്ക് മാത്രമാണ് ഈ ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ മാനേജ്മെന്റുകൾ കൃത്യമായിട്ട് സത്യവാങ്മൂലം കൊടുത്തിട്ട് പോലും നമുക്ക് എന്ത് ലഭിക്കുന്നില്ല, ഈ പറയുന്ന നമ്മളുടെ ആവശ്യമായ വേതനം ലഭിച്ചിട്ടില്ല. എന്റെ സ്കൂളിൽ തന്നെ നോക്കിയാൽ 2 പ്രൊട്ടക്റ്റഡ് ടീച്ചേഴ്സ് ഉണ്ട്, ഭിന്നശേഷി സംവരണം പാലിക്കപ്പെടുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള നിയമവ്യവസ്ഥകളും അനുസരിച്ചുകൊണ്ട് മുൻപോട്ട് പോയിട്ടും നമ്മുടെ മാനേജ്മെന്റിൽ അങ്ങനെ പോയിട്ട് പോലും ഇപ്പോഴും ഞാനടക്കമുള്ള 3000-ലധികം അധ്യാപകർക്ക് ഇപ്പോഴും വേതനം ലഭിക്കാനുണ്ട് എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഖേദകരമായ കാര്യമാണ്. ജോലി ചെയ്തിട്ടും വേതനം ലഭിക്കാതെ മുൻപോട്ട് പോവുക എന്ന് പറയുന്നത് തികച്ചും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. നമുക്കും ഒരു കുടുംബമുണ്ട്. ആ കുടുംബവും ഈ പറയുന്ന കാലഘട്ടങ്ങളിൽ 2021 വരെ കാലഘട്ടം ഞാനടങ്ങുന്ന ഞങ്ങളുടെ കുടുംബം എങ്ങനെ ജീവിച്ചു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ടാണ് ഇന്ന് നിലകൊള്ളുന്നത്. അപ്പൊ അത്തരത്തിൽ ഞങ്ങളുടെ ഈ കഷ്ടപ്പാടുകൾ കണ്ടറിഞ്ഞ് ഞങ്ങൾ ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം ഈ വരുന്ന ഗവൺമെന്റിൽ നിന്നും ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിനുവേണ്ടി ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. മറ്റൊരു കാര്യം, ഈ പ്രശ്നത്തിൽ ഇപ്പോൾ ശമ്പളം തരാതിരിക്കുന്നതിന് എന്തെങ്കിലും കാരണം പറഞ്ഞോ? കാരണം എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ ഇത് തരാതിരിക്കാൻ. അതിന്റെ ഒരു കാരണമായിട്ട് അന്ന് പറഞ്ഞിരുന്നത് 1979 ശേഷം ഹൈസ്കൂളായിട്ട് ഉയർത്തപ്പെട്ട സ്കൂളുകളിൽ നമ്മൾ ന്യൂ സ്കൂൾ എന്നറിയപ്പെടുന്നു. ആ സ്കൂളുകളിൽ കൃത്യമായിട്ട് നമ്മൾ പ്രൊട്ടക്റ്റഡ് ടീച്ചേഴ്സിനെ വെക്കണം, 1:1 അനുപാതം പാലിക്കണം എന്നുള്ളതും. എന്ന് വെച്ചാല് ഒരു പോസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ പോസ്റ്റ് സംരക്ഷിത അധ്യാപകർക്ക് കൊടുക്കണം, 2ാമത്തെ പോസ്റ്റ് മാത്രമേ മാനേജ്മെന്റിന് കൊടുക്കാനായിട്ട് റൈറ്റ് ഉള്ളൂ. അത്തരത്തിലുള്ള ഒരു നിയമം ഉണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം പാലിക്കപ്പെടാം എന്നുള്ള ആദ്യത്തെ കാലഘട്ടങ്ങൾ മാനേജ്മെന്റ് അംഗീകരിച്ചിരുന്നില്ല. പിൽക്കാലത്ത് 6/2/2021 ആ ഒരു കാലഘട്ടങ്ങളിൽ മാനേജ്മെന്റ് അത് അംഗീകരിച്ചു. അത് മാനേജ്മെന്റ് സത്യവാങ്മൂലം എഴുതി നൽകുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പാസ്സായത്. അപ്പൊ ഞങ്ങളുടെ ശമ്പളം പാസ്സായപ്പോഴും എന്റെ 2017 ഞാൻ ജോയിൻ ചെയ്തത്. അന്ന് മുതൽ 2021 ഫെബ്രുവരി 6 വരെയുള്ള സർവീസ് പരിഗണിച്ചു, സർവീസ് അംഗീകരിച്ചു. പക്ഷേ ശമ്പളമില്ല. ശമ്പളം ലഭിക്കുന്നത്, മോണിറ്ററി ബെനിഫിറ്റ് ലഭിക്കുന്നത് 6/2/2021 ശേഷം മാത്രമാണ്. അല്ല, ഈ ശമ്പളം അവര് PF അടയ്ക്കുക അങ്ങനെ വല്ലതും പറഞ്ഞോ? ഇല്ല, PF ഇല്ല, അങ്ങനെയൊന്നുമില്ല. അത്രയും നാളത്തെ ശമ്പളമേ ഇല്ല, സാങ്കല്പികമാണ്. അത്രയും നാളത്തെ ശമ്പളം സാങ്കല്പികമാണ്. നമ്മൾ ചെയ്ത ജോലി മാത്രമേ ഉള്ളൂ
യാഥാർത്ഥ്യമായിട്ടുള്ളത്. വേതനം സാങ്കല്പികമാണ്. എന്ത് വിരോധാഭാസമാണ് എന്നുള്ളതാണ് ഏറ്റവും അപ്പൊ അത് കാരണം ജോലി ചെയ്തതിന്റെ റെക്കോർഡും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഒന്നും ഒരു തീരുമാനവും സർക്കാർ പറയുന്നുമില്ല. ഇല്ല, നമുക്ക് നൽകിയിരിക്കുന്ന ഉത്തരവ് വ്യക്തിപരമായിട്ട് ഓരോരുത്തരുടെയും പേര് വെച്ച് ഉത്തരവ് 6/2/2021 ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ എന്റെ ഉത്തരവ് 6/2/2021 വൈശംപാകം, ആലപ്പുഴ ജില്ലയിലെ വൈശംപാകം, കുട്ടനാട് വിദ്യാഭ്യാസ ജില്ലയിലെ വൈശംപാകം സ്കൂളിലെ ഗണിത അധ്യാപകനായ ജിബിൻ വർഗീസ്. ഞാൻ കയറിയത് ഒരു പ്രൊമോഷൻ വേക്കൻസി കയറിയാണ്. ആ പ്രൊമോഷൻ വേക്കൻസി കയറിയ ജിബിൻ വർഗീസിന്റെ 1/6/2017 മുതലുള്ള സർവീസ് അംഗീകരിച്ചുകൊണ്ട് 6/2/2023 മോണിറ്ററി ബെനിഫിറ്റ് അംഗീകരിക്കുന്നു എന്നുള്ള തരത്തിലാണ് ഉത്തരവ് വന്നിരിക്കുന്നത്. ഇങ്ങനെ തന്നെയാണ് എന്നെപ്പോലെ മറ്റുള്ള 3000-ലധികം ആൾക്കാരുടെയും ഉത്തരവുകൾ അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ സമരമായിട്ട് മുന്നോട്ട് പോയപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? നമുക്കറിയാമല്ലോ, നമ്മൾ ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കളെ അടക്കം പലരെയും നേരിട്ട് കണ്ടു. നമ്മൾ പല ആൾക്കാരെ സമീപിച്ചപ്പോൾ നമുക്ക് ശരിയാക്കാം, നമുക്ക് നോക്കാം, റെഡിയാക്കാം എന്നുള്ള ഒരു പരിഗണനയാണ്. നമുക്കറിയാം, പല കഴിഞ്ഞ മുൻകാലങ്ങളിലെ ഓണത്തിനും വിഷുവിനും ക്രിസ്മസിനടക്കം മറ്റു വിശേഷപ്പെട്ട ദിവസങ്ങളിലെല്ലാം സെക്രട്ടേറിയറ്റ് പഠിക്കലും അതുപോലെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിന് മുമ്പിലും ഒക്കെ ഞങ്ങൾ സമരം നടത്തിയ ആൾക്കാരാണ്. 5 വർഷക്കാലം ഞങ്ങൾ സമരങ്ങൾക്ക് വേണ്ടി മുന്നോട്ടിറങ്ങിയിട്ടുണ്ട്. ഇത്രയും കാലങ്ങൾ നടത്തിയിട്ടും നമുക്ക് ഇതിനു വേണ്ടി ഒരു ശാശ്വത പരിഹാരം കാണാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഇപ്പൊ മാനേജ്മെന്റുകൾ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട്. സർക്കാർ ഇപ്പൊ കഴിഞ്ഞ 10 വർഷം ഇപ്പോൾ LDF ആയിരുന്നു ഭരിച്ചിരുന്നത്. UDF സർക്കാർ ഇപ്പം വന്നപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രതീക്ഷകളോ എന്തെങ്കിലും കാര്യങ്ങളോ നൽകിയിട്ടുണ്ടോ? അതായത് മാനേജ്മെന്റ് കൃത്യമായ ഇടപെടലുകൾ നടത്തിയത് കൊണ്ടാണ് 6/2/2021 എന്നൊരു ഉത്തരവ് പ്രകാരം ഞങ്ങളുടെ എല്ലാവരുടെയും സർവീസ് അംഗീകരിച്ചതും 2021 ശമ്പളം ലഭിക്കാൻ ഇടയാക്കിയതും മാനേജ്മെന്റ് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുകയും അതിനുവേണ്ട കാര്യങ്ങൾ, നിയമപരമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തത് കൊണ്ടാണ്. നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്, അങ്ങനെ നമ്മളെ അംഗീകരിച്ചു, നമ്മുടെ സർവീസ് കാലഘട്ടം മുഴുവൻ അംഗീകരിച്ചു, നമ്മൾ ജോയിൻ ചെയ്ത കാലം മുതൽ ഇങ്ങോട്ടെല്ലാം നമ്മളെ അംഗീകരിച്ചിട്ടും ആ പണിയെടുത്തതിന്റെ കൂലി നമുക്ക് തരുന്നില്ല എന്നുള്ളതാണ്. ഈ കോടതിയെ എങ്ങനെ സംഭവിച്ചായിരുന്നോ ഇതുമായി ബന്ധപ്പെട്ട്? കോടതിയിൽ കേസുമായിട്ട് എങ്ങാനും പോയായിരുന്നോ? കേസുമായി കോടതിയില് കേസ് നടക്കുന്നുണ്ട്. അതിനകത്ത് ഒരുപാട് പേര് കക്ഷി ചേർന്നിട്ടുണ്ട്. ആ ഹൈക്കോടതിയിൽ ഇപ്പോൾ കേസ് മുൻപോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ഇതൊരു ഒരു സ്പീഡപ്പ് ആകുന്നില്ല കാര്യങ്ങൾ. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഇപ്പൊ നമുക്ക് ഈ തരാനുള്ള തുക നമുക്ക് പണമായിട്ട് കൈ തന്നില്ലേലും അത് PF-ൽ ലയിപ്പിക്കുക എന്നുള്ളതെങ്കിലും നമ്മുടെ ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ പണിയെടുത്ത തുക നമ്മുടെ ഉണ്ട് എന്ന് നമുക്ക് ആശ്വസിക്കാമല്ലോ. ഓക്കെ, വളരെ നന്ദി അങ്ങ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് സംസാരിച്ചതിന്. തീർച്ചയായിട്ടും വളരെ ദയനീയമായ അവസ്ഥയാണ് 5 വർഷം സർവീസ് പൈസ ഇല്ല എന്ന് പറയുന്നത്. ബാക്കി ഇപ്പോൾ ഉള്ള തുക ലഭിക്കുന്നുണ്ട്, ഇപ്പോൾ ശമ്പളം എല്ലാം കൃത്യമായി ലഭിക്കുന്നുണ്ട് അല്ലേ? 6/2/2021 ശേഷം ഈ പറയുന്ന എല്ലാവിധ ആനുകൂല്യങ്ങളും നമുക്ക് ലഭിക്കുന്നു.